കാരണം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ഉം. ഒരുപക്ഷെ 22 കിലോമീറ്ററാണ് അവിടെ വീതി. ഈ വീതി കുറഞ്ഞ ഒരു സ്ഥലം. അതുകൊണ്ടാണ് ഉം. ചിക്കൻ നെക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ കടന്ന് യോജിപ്പിക്കുന്ന ഒരു സ്ഥലത്തിനകത്ത് ഏറ്റവും വീതി കുറഞ്ഞൊരു സ്ഥലം വരുന്നു. അതിന് ചിക്കൻ നെക്ക് എന്ന് പറയുന്നു. നമ്മൾ ഇന്ത്യ ഭൂപടം കണ്ടിട്ടില്ലേ? അപ്പം ആ സ്ഥലം ഏതെങ്കിലും കാരണവശാൽ ബംഗ്ലാദേശിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ കൈവശപ്പെടുത്താൻ സാധിച്ചാൽ നമ്മുടെ ഇന്ത്യയും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടും. പിന്നെ ആ വേണമെങ്കിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ വേണമെങ്കിൽ ബംഗ്ലാദേശിന് കൂട്ടിയോജിപ്പിക്കാമെന്നുള്ളൊരു ചിന്തയിലൊക്കെയാണ് കാര്യങ്ങളുടെ സംസാരവും. അല്ലെങ്കിൽ ഭൂപടമൊക്കെ ഭൂപടമൊക്കെ പലവട്ടം വരയ്ക്കുന്നുണ്ട്. ഈ ഇടയ്ക്കും അദ്ദേഹം ഭൂപടം വേറൊരാള് വരച്ച് യൂനസ് ഇങ്ങനെ പൊക്കി കാണിച്ചായിരുന്നു. നേരത്തെ ആലം എന്ന് പറയുന്ന ഒരു പയ്യൻ ഭൂപടം വരച്ച് ഇതിന് ശേഷം അവിടുത്തെ അട്ടിമറിക്ക് ശേഷം ബൈഡന്റെ അടുത്ത്, അന്ന് ബൈഡൻ ആയിരുന്നല്ലോ US പ്രസിഡന്റ്, അതിവിടെ കൊണ്ടുപോയി അത് അലങ്കാരികമായിട്ട് കാണിച്ച് നല്ലപോലെ പടം വരയ്ക്കുന്ന ചെറുക്കനാണ്. അപ്പൊ നമ്മൾ അവനെ നോട്ട് ചെയ്ത് വെച്ചായിരുന്നു. പടം വരയ്ക്കാൻ അറിയുന്ന പയ്യനാണ്. ഗ്രേറ്റർ ബംഗ്ലാദേശ് ധാക്ക യൂണിവേഴ്സിറ്റിയിൽ അവർ പ്രദർശിപ്പിക്കുകയും ചെയ്ത അന്ന് നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം പറയുകയൊക്കെ ചെയ്തപ്പോൾ അയ്യോ അതൊന്നും അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് അത് സംഭവിച്ചു പോയതാണ് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അത് വീണ്ടും വീണ്ടും ചെയ്യുന്നുണ്ട്. അത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചിക്കൻ നെക്ക് കാണിച്ചപ്പോൾ അസം മുഖ്യമന്ത്രി ബംഗ്ലാദേശിന്റെ 2 ചിക്കൻ നെക്ക് കാണിച്ചായിരുന്നു. ഈ ഒന്നല്ലേ എനിക്കറിയത്തുള്ളൂ, എനിക്ക് 2 അറിയാം. അതായത് ആസാം മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യാനുള്ള രാജ്യം ഇവിടെ ബംഗ്ലാദേശ് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് വളരെ വലിയ വലിപ്പത്തിൽ കഴിഞ്ഞ സിന്ദൂറിന് ശേഷം ആ സമയത്ത് ഈ ചിക്കൻ നെക്കിന്റെ വിഷയം വെച്ച് അന്ന് പറഞ്ഞ കേട്ടില്ല, പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചാക്രമിക്കും എന്നുള്ളത് ഒരു സംസാരം വന്നായിരുന്നു. അതായത് ആ പാകിസ്ഥാനെ ആക്രമിക്കുന്ന സമയത്ത് നമ്മളിലേക്ക് ഒരു ആക്രമണം ഉണ്ടാക്കി ഈ പറയുന്ന വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ചിക്കൻ നെക്കിൽ ഒരു പ്രതിസന്ധിയൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ആലോചന ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ സൈന്യ മേധാവി പറഞ്ഞു, ചുമ്മാതെ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കല്ലേ, അടിമേടിച്ച് ഊപ്പാട് വരും, തടയാൻ പറ്റത്തില്ല. അങ്ങനെ അയാളാണ് അതിനകത്ത് ഒരു സൈന്യം കൂടെ ഇടപെടൽ നടത്താതെ നിന്നത്. ഇപ്പം തുർക്കി അവിടെ കയറിയിട്ടുണ്ട്. തുർക്കിക്ക് വല്ലാത്തൊരു സ്നേഹം പാകിസ്ഥാനോട് തോന്നുന്നുണ്ട്. അതുപോലെ ബംഗ്ലാദേശിൽ അദ്ദേഹത്തിന് വലിയ വലിപ്പത്തിൽ ഇൻവെസ്റ്റ്മെന്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.